ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ലോക്ക്ഡൗണിൽ പെട്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ റൂമിൻ്റെ അകത്ത് ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനതിൽ എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ ഒരു ട്രയൽ, ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ പെൻസിൽ കാർവിങ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കത്തി, ഒരു പോയിൻ്റുള്ളൊരു കത്തി, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ടൂൾസ് എന്ന് നമ്മളങ്ങ് അനുമാനിച്ച് ഇരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു പെൻസിൽ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്, പരീക്ഷണമാണ്. വേറെ എനിക്ക് ഒരു തരത്തിലുള്ള അനുഭവങ്ങളും ഇല്ല ഇത് ചെയ്തിട്ട്. അപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് പെൻസിലാണ് കേട്ടോ. കുറച്ച് വീതിയുള്ള ടൈപ്പ് പെൻസിലാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് തുടക്കക്കാരെന്നുള്ള രീതിയിൽ നമ്മുടെ പണി കുറച്ച് ഈസി ആയിട്ട് മാറും. അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് വീതിയിലുള്ള അല്ലെങ്കിൽ കട്ടിയിലുള്ള ലെഡ് ആയിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ഡാമേജസ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ക്ഷമ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കാർവിംഗ് എന്ന് പറയുമ്പോൾ. അറിയാലോ, പെൻസിലാണ്, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, വളരെ നേർത്തതാണ്. അപ്പം നമ്മൾ വിചാരിച്ച രീതിയിലുള്ള അക്ഷരങ്ങളോ രൂപങ്ങളോ ഒക്കെ വരണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ പണി തുടങ്ങാൻ പോവാണ്. ആദ്യം വേണ്ടത് നമുക്ക് ഒരു ഭാഗം ചെത്തിക്കൂർപ്പിക്കണം. എന്നിട്ട് ലെഡ് മാത്രം കാണുന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാൻ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള പരിപാടിയാണ്, കാരണം ലെഡ് കട്ട് ചെയ്ത് പോകരുത്. ആ രീതിയിൽ വേണം നമുക്ക് ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ചെത്തി കൂർപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് ചെയ്യേണ്ടത്, നമ്മളെവിടെയാണോ അക്ഷരങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ കൊത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇങ്ങനെ ഓരോ വരയിട്ട് കൊടുക്കാം. നമ്മുടെ ഫിറോസ് ഭായ് പറയുന്ന പോലെ ഓരോ വരയിട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ലെറ്ററിന് വേണ്ടി വരയിടാം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ ലെറ്ററും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്കങ്ങ് എടുത്ത് കളയാം. എന്നാൽ മാത്രമേ ഇതിങ്ങനെ പ്രൊജക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ, നമ്മുടെ ഓരോ അക്ഷരങ്ങളും. ഓക്കെ, അതിനു വേണ്ടി അതിൻ്റെ മുന്നിൽ പിന്നെ ഓരോ അക്ഷരത്തിൻ്റെയും ഇടയിലും നമുക്ക് ഇതുപോലെ കുറച്ച് ലെഡ് കളഞ്ഞു കൊടുക്കണം. കളഞ്ഞു കൊടുത്താൽ മാത്രമേ അതൊരു 3D എഫക്റ്റിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കൂ. അപ്പോൾ ഞാനിവിടെ കാവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വൈഫിൻ്റെ പേരാണ്, വിളിക്കുന്ന പേരാണ് ഫിജു. അപ്പോൾ FIJU ഞാനങ്ങനെ എൻ്റെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലെറ്റർ നമുക്ക് ഈ ഓരോരോ ബ്ലോക്കുകളിൽ നമുക്ക് വരച്ച് കൊടുക്കാം. ആദ്യം വേണ്ടത് നമുക്കത് കറക്റ്റായിട്ട് വരച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് മിനുക്ക് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധത്തിൽ ഇതങ്ങ് അടർന്നു പോന്നു. ഇത് കണ്ട F അതുപോലെ അങ്ങ് കയ്യിൽ പോന്നു. അപ്പോൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. മൊത്തത്തിൽ പൊട്ടി ഞാനതങ്ങ് ഒഴിവാക്കുക ചെയ്ത്. ഇനി ഞാൻ വീണ്ടും ഒരു പീസ് എടുത്ത് ട്രൈ ചെയ്യാൻ പോവാണ്.
ഇതിലും എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. എഫിൻ്റെ മുകൾ ഭാഗം അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇത്തവണ ഞാൻ സാക്ക് എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അക്ഷരങ്ങളല്ലല്ലോ. എഫ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ZAK ഈസി ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെറ്റേഴ്സ് എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കുറച്ചധികം നേരത്തെ പരിശ്രമത്തിന് ശേഷം വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഇതാ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ കൊത്തിയെടുത്തിട്ടുണ്ട്, സാക്ക് എന്ന്. ഓക്കെ, ഫസ്റ്റ് ട്രൈ അല്ലേ, ഇനി അടുത്ത ട്രയൽ നമുക്ക് ഉഷാറാക്കാം. ഓക്കെ, ഞാൻ ഇത് കണ്ട, ഇത് നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാം. എനിക്ക് പേടി, കാരണം നമ്മളത് അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ട്രൈ ചെയ്തിട്ട്, കാരണം ഒരുപാട് ട്രൈ ചെയ്തു, പലതും പൊട്ടി, നമുക്ക് വേണ്ട രീതിയിൽ അക്ഷരങ്ങളൊന്നും വന്നില്ല. അതുകൊണ്ട് അവസാനം ഇത്രയെങ്കിലും ആക്കി എടുത്തു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഉഷാറാക്കിയിട്ട് ഒന്നും കൂടെ അടുത്ത നെക്സ്റ്റ് ലെവൽ കാർവിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ.